ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ നടത്തുന്ന അധിനിവേശത്തെപ്പറ്റി ഇന്ത്യയുടെ മുൻ സുപ്രീം കോടതി ജഡ്ജി മാർക്കണ്ഡേയ കട്ജു പറഞ്ഞത് അവിടെയുള്ള 9 കോടി ജനങ്ങളെയും കൊന്നാൽ മാത്രമേ ഇറാൻ പരാജയപ്പെടുകയുള്ളൂ എന്നാണ്. പൊരുതി ജയിക്കുക അല്ലെങ്കിൽ പൊരുതി മരിക്കുക എന്നുള്ളതാണ് ഇറാനിയൻ ജനതയുടെ പൊതുവായിട്ടുള്ള സ്വഭാവം. വിപ്ലവങ്ങളിലൂടെ അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ പല ആശയങ്ങളിലൂടെയും അവരുടെ മനസ്സ് വിശ്വാസരൂഢമൂലമായ ഒരു മനസ്സാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിനെ ഭീതി ജനിപ്പിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഒരു അസാധ്യമായ കാര്യമാണ്. ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് യുദ്ധം ഇനിയും 3 ആഴ്ചകൾ കൂടി നീളും, ഇറാനെ ഞങ്ങൾ സമ്പൂർണമായും നിരായുധീകരിച്ചു കഴിഞ്ഞു, അവരുടെ ആണവ നിർമ്മാണത്തിനുള്ള ശേഷി ഇല്ലാതാക്കി കഴിഞ്ഞു എന്നൊക്കെയാണ്. ഇത്തരത്തിലുള്ള വലിയ വർത്തമാനം പറയുമ്പോൾ പോലും ഇറാൻ വളരെ ശക്തമായ പ്രത്യാക്രമണങ്ങളാണ് ഇസ്രായേലിലും അതോടൊപ്പം തന്നെ GCCയുടെ പല രാജ്യങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഇറാനിയൻ ജനതയെയും ഇറാനിയൻ ഭരണകൂടത്തെയും ഇറാൻ എന്ന് പറയുന്ന പരമോന്നത പരമാധികാരമുള്ള രാജ്യത്തെയും ഇല്ലാതാക്കുക എന്നുള്ളത് അമേരിക്കക്ക് എളുപ്പമല്ല. ഒന്നുകിൽ പൊരുതി ജയിക്കുക അല്ലെങ്കിൽ പൊരുതി മരിക്കുക എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം തന്നെ. അതാണ് അവരുടെ രക്തത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ശക്തമായ വികാരവും. അമേരിക്ക ഈ നിഷ്ഠൂരമായ അതിക്രമത്തിൽ നിന്നും പിന്മാറുകയും ഇസ്രായേലിനെ പിന്മാറ്റിപ്പിക്കുകയും അങ്ങനെ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കുകയും ചെയ്യുക വഴി ഈ ഒരു അവസ്ഥയിലൂടെയല്ലാതെ ഇസ്രായേലിനും അമേരിക്കക്കും ഈ യുദ്ധം നിർത്താൻ സാധ്യമല്ലാത്ത സാഹചര്യമാണ്. 15 നിർദ്ദേശങ്ങൾ അമേരിക്ക ഇറാന്റെ മുമ്പിൽ വെച്ചപ്പോൾ 5 ഇന നിർദ്ദേശങ്ങൾ ഇറാൻ തിരിച്ച് അമേരിക്കക്ക് നൽകിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അവർ പറയുന്നത് ഞങ്ങളല്ല യുദ്ധം തുടങ്ങിയത്, അത് അമേരിക്കയും ഇസ്രായേലുമാണ്, അതുകൊണ്ട് തന്നെ ഇസ്രായേലും അമേരിക്കയും ഈ യുദ്ധം നിർത്തട്ടെ എന്നാണ് ലോകരാജ്യങ്ങളോടായി പറയുന്നത്. അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രസിഡന്റ് പെസസ്കിയാൻ ഇന്നൊരു തുറന്ന കത്തിലൂടെ ഇറാനിയൻ ജനതയെയും അതോടൊപ്പം തന്നെ അമേരിക്കൻ ജനതയെയും അഭിസംബോധനം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും അമേരിക്കൻ ജനതയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും അമേരിക്കയിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്കെതിരല്ല, അമേരിക്കക്കാർക്കെതിരല്ല, അമേരിക്കയിലെ സാധാരണക്കാരായ നല്ലവരായ ജനങ്ങൾക്കെതിരല്ല. അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം നടത്തുന്ന, അതിൻ്റെ ഭരണാധികാരി നടത്തുന്ന ക്രൂരമായ അക്രമങ്ങൾക്കും ഇറാനെ പോലുള്ള രാജ്യത്തിലേക്കുള്ള കടന്നുകയറ്റത്തെയും ഞങ്ങളുടെ പരമാധികാരം ചോദ്യം ചെയ്യുന്നതിനെയുമാണ് ഞങ്ങൾ എതിർക്കുന്നത്. അമേരിക്കയിലെ ജനത അത് നമ്മുടെ കൂടി ജനതയാണ് എന്നാണ് പെസസ്കിയാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ രക്തരൂക്ഷിതമായ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയാണ് പരിശ്രമിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതാണ് എൻ്റെ നിരീക്ഷണമെന്ന് നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ വീഡിയോ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.